ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ നേരെ ട്രിവാൻഡ്രം പോവുകയാണ്. ട്രിവാൻഡ്രത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊരു സെക്കൻഡ് ഒരു ഗോപ്രോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നേരെ കോവളത്ത് വന്ന് കറങ്ങണം. ഇത് രണ്ടുമാണ് ഇന്നത്തെ ഒരു ട്രിപ്പിൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ബ്ലോഗിലോട്ട് പോകാം. ഗായ്സ്, ഞങ്ങളങ്ങനെ ട്രിവാൻഡ്രം ലുലു മാളൊക്കെ കഴിഞ്ഞ് ഹൈവേ തന്നെ ഞങ്ങൾ നേരെ കോവളം വിട്ടുപിടിച്ചു. ട്രാവലിങ്ങിൽ മോള് കട്ട പോസ്റ്റായിരുന്നു. ബാക്കിൽ കിടന്നുകൊണ്ടൊക്കെയാണ് അവൾ യാത്ര ചെയ്തത്. അവൾ നല്ല ഉറക്കമായിരുന്നു തോന്നുന്നു. ഇപ്പം എണീറ്റതേ ഉള്ളൂ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട്. എന്താണ് ഗോപ്രോ? ഗായ്സ്, നമ്മളിപ്പോൾ സെക്കൻഡ്സാണ് വാങ്ങിച്ചത്. ഗോപ്രോ ഹീറോ 10 ആണ് എടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു അതാണ് അതിൻ്റെ ബോക്സാണ് ഇതിനകത്ത്. ഓക്കെ. അത് ഞങ്ങൾ വാങ്ങിച്ചത് ഒരു പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. പുള്ളിക്കാരൻ ഓൾറെഡി ബ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം നമ്മൾ ബോക്സ് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്യാമുണ്ട്. പിന്നെ നമുക്ക് ഗോപ്രോ 10 ക്യാമറ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് എൻ്റെ എക്സ്ട്രാ ഒരു ബാറ്ററി വരുന്നുണ്ട്. ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും അതിനകത്ത് വരുന്നുണ്ട്. മെയിനായിട്ട് പിന്നെ ഒരു കേബിളും വരുന്നുണ്ട്. അതിൻ്റെ ഒരു കേബിൾ അതിനകത്ത് വരുന്നുണ്ട്. ഈ ഇത്രയും സാധനങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഹായ് ഗായ്സ്, നമ്മളിപ്പം ഗോപ്രോ എടുത്തു. ഇനിയിപ്പം ബീച്ചിലോട്ട് പോകണം. ബീച്ചിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല വെയിലാണ്. ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ ഒന്ന് എവിടെയെങ്കിലും വണ്ടി ഒതുക്കി ഒന്ന് കഴിച്ചിട്ട് നമ്മൾ ഇനിയിപ്പം ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബീച്ചിലോട്ട് ബീച്ചിൽ പോകാം നമുക്ക്. ഗായ്സ്, അങ്ങനെ വലിയ കാര്യത്തിൽ ഞങ്ങൾ ബീച്ചിലൊക്കെ ഇറങ്ങാമെന്ന് വെച്ച് വന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ കടൽ കയറി കിടക്കുന്നു. ഒരു രക്ഷയില്ല. ഒരു കുഞ്ഞിനെ പോലും ഇറക്കുന്നുണ്ട് അവിടെ. പിന്നെ കടൽ ഇങ്ങ് കയറി കിടക്കുകയാണ്. സാധാരണ അങ്ങ് ബാക്കിൽ കിടക്കേണ്ട കടലാണ്. നല്ല രീതിയിൽ കാറ്റും കോളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ കടലിനോട്ട് ഇറങ്ങാനുള്ള ഒരു സാധനം ഉപേക്ഷിച്ച്. കാരണം ഗൈഡൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടലിൽ ഇറങ്ങിയില്ല. ഗായ്സ്, ഒരു രക്ഷയില്ല. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ ചൂട്. വെയിൽ, നല്ല വെയിൽ. അതുപോലെ തന്നെ കടൽ കയറി കിടക്കുന്നില്ലേ, കടലും കയറി കിടക്കും, നല്ല രീതിയിൽ കയറി കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ അങ്ങോട്ട് ഇറക്കുന്നൊന്നുമില്ല. ആക്ച്വലി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വന്നതാണ് കടലിൽ ഇറങ്ങാമെന്ന് വെച്ചില്ല. അത് നടന്നില്ല. അപ്പം ആ പരിപാടി ഫ്ലോപ്പായി. ഇനിയിപ്പം നമ്മൾ അടുത്ത ലൈറ്റ് ഹൗസിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പുറത്ത് ഇവിടെ നടന്നു പോകാനാണ് ഇഷ്ടംപോലെ ദൂരം നടക്കാറുണ്ട്. നമ്മൾ ഈ പണിയെടുക്കാത്ത ടീമുകളായതുകൊണ്ട് ഇനിയിപ്പോൾ നേരെ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ പോയി നേരെ നമ്മളിനിപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കയറാൻ സെറ്റപ്പുകളൊന്നും നോക്കിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിഴിഞ്ഞം ഹാർബർ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കടലിൻ്റെ തന്നെ വളരെ അടിപൊളി ഒരു വ്യൂ നമുക്കിവിടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്കായിട്ടുള്ളൊരു പാർക്കുണ്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടാണ് പോയത്. കാരണം ഇതിൻ്റെ മുകളിൽ ചെന്നപ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും ഈ പാർക്ക് കണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ പാർക്കിൽ പോകണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ പാർക്കിലോട്ടാണ് ഇറങ്ങിയത്. അവിടെ നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള കണക്കുള്ള പ്രതിമകളൊക്കെ ഉണ്ട്. ഈ കുരങ്ങൻ്റെയും മീൻസ് കുരങ്ങല്ലല്ലോ, ചിമ്പാൻസിയും അതുപോലെ തന്നെ ജിറാഫ്, അങ്ങനെ മുയലിൻ്റെ വേസ്റ്റ് ബിന്ന്, അതുപോലെ തന്നെ കുറച്ച് അങ്ങനെയുള്ള 2-3 പ്രതിമകളുണ്ട്. പിന്നെ കളിക്കാനായിട്ടുള്ള അത്യാവശ്യം നമുക്ക് റെസ്റ്റ് എടുക്കാനായിട്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്തുണ്ട്.
അങ്ങനെ കണ്ണൂസും മോളൂസും കൂടെ കയറാൻ പോവുക. പോടെ പോടെ ആ പോട്ടെ. ആര് കറക്കൂടെ ഇനി? കറക്കാൻ പറ്റേ? കുഞ്ഞ വീഴും. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ലൈറ്റ് ഹൗസും കണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നോണ്ടിരിക്കുക. ഓ മൈ ഗോഡ്, എന്തുവാ അൺലോക്ക് ചെയ്ത് എന്താടി? അങ്ങനെ എന്തായാലും ഒരു മല കയറി ഇറങ്ങിയതിൻ്റെ ക്ഷീണം. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഹൗസ് കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മറൈൻ അക്വേറിയം ഉണ്ട് കോവളത്ത്. ഇത് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല. കാരണം ഞങ്ങൾ ചെന്നപ്പോഴും ആക്ച്വലി അവിടെ കേരളത്തിന് പുറത്തുള്ള ഒരു 2-3 പേര് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ആക്ച്വലി നമ്മുടെ കോവളത്ത് പോകുന്നുണ്ടെങ്കിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സാധനം എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ കടലിനകത്തുള്ള അതേ സാൻഡും അവിടുത്തെ സ്റ്റോൺസും എല്ലാം നമുക്കിവിടെ ക്രമീകരിച്ചിട്ട് അവർ ആ ഒരു സെറ്റിൽ വലിയ ക്രാബ്, അതുപോലെ തന്നെ വലിയ കൊഞ്ചുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടലിലുള്ള പലതരം മീനുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു അക്വേറിയത്തിൽ കാണാൻ പറ്റും. വലിയ വിലയില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ഏകദേശം 50 രൂപയെ ആയിട്ടുള്ളൂ. വളരെ നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവിടെ നല്ല സ്റ്റാർ ഫിഷസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കടൽ വെള്ളരി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും കാണാൻ പറ്റാത്ത സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കോവളത്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അക്വേറിയത്തിനകത്തുള്ള കാഴ്ചകൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വേറൊരു പോർഷൻസ് അവർ പറയുന്നുണ്ട്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഔട്ടറിൽ സെറ്റ് ചെയ്തിട്ടേക്കുന്ന വലിയ മീനുകളെയും ആമകളെയും ഒക്കെ നമുക്ക് അവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നതാണ്. കൊള്ളാടാ സൂപ്പർ. ഗൈസ്, നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു, ഒരു രക്ഷയില്ല. പൊറോട്ടയും പിന്നെ എന്തായിരുന്നു റൊട്ടിയും അല്ലേ? റൊട്ടിയും ചില്ലിയും പിന്നെ ചിക്കൻ പെരട്ട് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. പെരട്ട് നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചില്ലി കുഴപ്പമില്ലായിരുന്നു. പൊറോട്ടയും കഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ, ടാറ്റാ ബൈ.